അമ്മ 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 എന്താ അമ്മ? എന്താ ഇവിടെ ബഹളം? ഈശ്വര, കല്യാണം നടക്കാതിരുന്ന പെണ്ണ് കിട്ടിയപ്പം ബോധമില്ലാതെ ചെറുക്കൻ വല്ലതും ചെയ്തോ എന്തോടി? അമ്മ വെറുതെ ഇരുന്ന് ഡയലോഗ് അടിക്കാതെ വാ, അങ്ങോട്ട് പോയി നോക്കാം. എന്താടാ? അമ്മ ചേച്ചി അവളുടെ തല. എന്താ അമ്മ ഒച്ച വയ്ക്കുന്നേ? ഞാൻ യോഗ ചെയ്യുന്നുണ്ടില്ലേ? ഡോണ്ട് ഡിസ്റ്റർബ്. യോഗ? അമ്മ പെണ്ണ് പേടിപ്പിച്ചറിഞ്ഞു. എന്താടാ ഭാര്യയെ കണ്ട് പേടിച്ചാലോ ഇങ്ങനെ? പേടിക്കാൻ കിടക്കുന്നതേ ഉള്ളു. എന്നാലും ഇത് എന്ത് കോലം? ഞങ്ങൾ കരുതി നീ അവളെ എന്തോ ചെയ്തെന്ന്. പിന്നെ അങ്ങോട്ട് ചെന്നു കൊടുത്താലും മതി. അമ്മ ഒരു ചായ ഇട്, ഞാൻ അങ്ങോട്ട് വരാം. കുറച്ച് സംസാരിക്കാനുണ്ട്. അവളെ കണ്ടിട്ട് ചേച്ചിക്ക് എന്ത് തോന്നുന്നു? ആരെ? ഗായത്രിയെ. അവളെ കണ്ടിട്ട് എനിക്കെന്ത് തോന്നേ? അവളുടെ കല്യാണം ശരിയാവുന്നില്ലായിരുന്നല്ലേ ആ ബ്രോക്കർ പറഞ്ഞത്. അപ്പോ അതിന്റെ പിറകിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? അതിപ്പോ നിന്റെ കല്യാണം നടന്നില്ലായിരുന്നല്ലോ. അപ്പൊ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? പിന്നെ നിനക്ക് നിന്റെ സ്വപ്നത്തിലെ കുട്ടിയെ കിട്ടിയില്ലെന്നും പറഞ്ഞല്ലേ നടന്നത്? അതുപോലെ അവളും നടന്നു കാണും, അവളെ സ്വപ്നത്തിലെ പുരുഷനെ കിട്ടിയില്ലെന്നും പറഞ്ഞ്. ഇപ്പൊ കിട്ടിയത് ബെസ്റ്റാണ്. ഇടിവെട്ടി എന്റെ തലയിൽ പാമ്പ് കടിച്ച അവസ്ഥ. നീ എന്താടാ എന്ത് പിച്ചും പേയും പറയുന്നേ? നീ ഒന്നും പെണ്ണ് കണ്ടില്ലേ ദയ? എന്ത് നല്ല കൊച്ചായിരുന്നു. ആ കൊച്ചിനാണെങ്കിൽ നിന്നെയും ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിനിപ്പോ കെട്ടിയ ഒരു കുട്ടിയായി. ആണോ? അന്ന് അവൾ എൻ്റെ അടുത്ത് അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. കുട്ടികളൊക്കെ ഒരുപാട് വൈകി മതി, അവൾക്ക് ഒരുപാട് സോളോ ട്രിപ്പ് അടിക്കണം. അഞ്ചയ്ക്ക് എനിക്ക് തന്നെ ഇഷ്ടമായി. തനിക്കോ? എനിക്കും ഇഷ്ടമായി. പക്ഷെ എനിക്കൊരു ഡിമാൻഡുണ്ട്. എന്താ? അമ്മ പറഞ്ഞു എൻ്റെ ഇഷ്ടങ്ങളൊക്കെ എന്നെ കിട്ടുന്ന പയ്യനോട് പറയാനെന്ന്. അതുകൊണ്ട് ചേട്ടനെങ്കിലും എൻ്റെ ഇഷ്ടങ്ങൾക്ക് വിടണം. എന്താ തൻ്റെ ഇഷ്ടങ്ങൾ പറ. എനിക്ക് രാത്രി നൈറ്റ് ഡ്രൈവിന് പോകണം. ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു സോളോ ട്രിപ്പ് അടിക്കണം. അതുമല്ല, എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ദുബായിൽ പോയി ചെന്ന് ഒരു സ്കൈ ഡൈവ് ചെയ്യാനായിട്ട്. ഇടയ്ക്ക് സെയിലിങ്ങിനും പോകണം. സെയിലിംഗ്? ആ, സെയിലിംഗ്, കടലില് സെയിലിങ്ങിന് പോകണം. മറ്റേ കടലിൽ പലകയൊക്കെ ഇട്ടിട്ട് അതിന്റെ മേളിൽ നിന്നുന്ന പരിപാടി. അതെ അതെ അതെ. അമ്മയടുത്ത് പറയാതെ കേട്ടോ. എടാ അതൊക്കെ വെറും പറച്ചിലല്ലേ. കെട്ടിക്കഴിഞ്ഞാൽ എല്ലാം കണക്കാ. അത് പോട്ട്, അതിന് പറഞ്ഞ കാര്യമൊന്നുമില്ല. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്താ? ഈ കല്യാണത്തിന് മുമ്പ് നീ എൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയാൻ ട്രൈ ചെയ്തില്ലേ? ശരിക്കും നീ എന്താ ചോദിക്കാൻ വന്നേ? അതും ആലോചിച്ച് നടക്ക. അത് വേറൊന്നുമല്ല. താൻ ലൈഫിൽ ഏതെങ്കിലും പെൺകുട്ടിയോ സ്ത്രീയോ അബ്യൂസ് ചെയ്തിട്ടുണ്ടോ? ഞാനാ? എന്താ ഒരു ഞെട്ടല്? ഇത് ചോദിക്കാൻ വേണ്ടിയാണോ നീ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു നടന്നത്? നീ എന്നെ അത്രക്കാരനാക്കാണല്ലേ കണ്ടിരിക്കുന്നത്. പിന്നെ നീ എന്തിനാ കല്യാണത്തിന് സമ്മതിച്ചേ? തന്നെ എങ്ങനെ കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. താനും മറ്റുള്ള ആണുങ്ങളെ പോലെ ഡിസ്റ്റർബ്ഡ് ആവുക ക്വസ്റ്റ്യൻ കേട്ടിട്ട്. ഇല്ല ഇല്ല ഇല്ല, ഞാൻ ഡിസ്റ്റർബ്ഡ് ഒന്നുമല്ല. എന്റെ വീട്ടിലെ എനിക്ക് അമ്മയും പെങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്നെ പെണ്ണ് കാണാൻ വന്ന പലരുടെയും വീട്ടിലെ അമ്മയും പെങ്ങളും ഉണ്ട് എന്ന് വെച്ചിട്ട് അവരെല്ലാരും മാന്യന്മാരല്ലായിരുന്നു. ചിലർ അത്രക്കാരൊന്നും അല്ലായിരുന്നു. പക്ഷെ എന്റെ ചോദ്യം അവർക്ക് അങ്ങോട്ട് പിടിച്ചില്ല. അതുകൊണ്ട് അവരവരെ പണി നോക്കിപ്പോയി. താൻ പറയുന്ന പോലെ ഫെമിനിറ്റിയാന്നും പറഞ്ഞ അവർ ഓടിയതായിരിക്കും. താൻ എന്തോ ഒരുമാതിരി പോലീസിനെ പോലെ. താനെന്തിനാ പേടിക്കുന്നേ? ഒരു കോൾ ഉണ്ടെന്ന് എടുത്തിട്ട് വരാട്ടാ. ആടാ പറ, കറക്റ്റ് സമയത്താ വിളിച്ച്. അളിയാ, നീ ഒന്ന് വിളിച്ചു പോലുമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് നൈറ്റ് ഒക്കെ ആഘോഷിച്ചിരിക്കുവായിരിക്കുമല്ലേ? നീ നമ്മളെ ടീമിനെ നാണം കെടുത്തിയൊന്നും ഇല്ലല്ലോ അല്ലേ? പാണം പറഞ്ഞാടാ നിനക്ക്. എടാ പിന്നെ നീ കല്യാണം പെട്ടെന്ന് നടത്തി. എനിക്കാണെങ്കിൽ ലീവ് കിട്ടാത്തോണ്ട് വരാൻ പറ്റിയില്ല. എന്തായാലും ഞാൻ ഉടനെ വരുന്നുണ്ട്. എടാ പിന്നെ ഞാൻ പെണ്ണിന്റെ ഫോട്ടോ ഒന്നും കണ്ടില്ല. നീ ഫോട്ടോ അയച്ചേ. ഞാൻ ഇവിടെ ഒളിഞ്ഞിരിക്കുവാണ്. കൃത്യസമയത്താണ് നീ വിളിച്ചത്. ഒരു ചോദ്യോത്തര വേളയിലായിരുന്നു ഞാൻ. നീ വല്ല റിയാലിറ്റി ഷോയിലും കയറിയാടാ? ഏതാണ്ട് അതുപോലൊക്കെ തന്നെ. ഫോട്ടോ കണ്ട് യെസ് പറഞ്ഞതാണ്. പക്ഷെ കെട്ടിക്കൊണ്ട് വന്നപ്പം പെണ്ണ് മാറിപ്പോയി അളിയാ. നീ എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. അളിയാ, മനസ്സ് തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനേ. അവളുടെ അടുത്ത് ചോദിച്ചെന്താണെന്നറിയാമോ? അറിയാ അളിയാ, ഞാൻ ഇതെത്ര കേട്ടിരിക്കുന്നു. നിന്റെ എക്സിനെ കുറിച്ചല്ലടാ? അല്ല, ഞാൻ ഏതെങ്കിലും പെണ്ണെ പീഡിപ്പിച്ചിട്ടുണ്ടോന്ന്. നീ ഞെട്ടിയില്ലേ? ഈ ഞെട്ടലാണ് ഞാൻ ആദ്യ രാത്രി പോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവള് മറ്റേ വിപ്ലവം പിടിച്ച ഫെമിനിസ്റ്റ് ആണ്. പണ്ടത്തെ നമ്മുടെ രഹസ്യമൊക്കെ ഇവൾ അറിഞ്ഞ എന്നെ അവളെ പിടിച്ച് ജയിലിലടക്കണോ? എനിക്ക് ഉറപ്പാ ആ ടൈപ്പ് സാധനമാണ്.
എടാ ഗായത്രി എന്നാണ് അവളെ പേര്. അതെ, നിനക്ക് ഇവിടെ എങ്ങനെ അറിയാം? ശ്രീ മഹാത്മാ കോളേജിൽ MA ലിറ്ററേച്ചർ പഠിച്ച ഗായത്രി. ആ, അത് തന്നെ. നിനക്കെങ്ങനെ അറിയാം? ഞാൻ ശരിക്കും ഞെട്ടി മോനെ. ഇനി ഞാൻ അങ്ങോട്ടില്ല, നാട്ടിലേക്കും ഇല്ല. എന്നാ ശരി കളിയാ, ബൈ. അവനെ ബ്ലോക്ക് ചെയ്തേക്കാം. ഇവളെ അവനെങ്ങനെ അറിയാം? ഇനി അവന്റെ ഗേൾഫ്രണ്ട് ആയിരിക്കും അവള്. എന്നാലും കണ്ടുപിടിക്കണം. ഫോൺ ഉപയോഗം കുറച്ച് കൂടുതല. ഇവളിവിടെ ഈ പച്ചകുത്തിരിക്കുന്ന പോലെ അവന്റെ പേര് ഈ ശരീരത്തെ എവിടെയെങ്കിലും പച്ചകുത്തിട്ടുണ്ടോ? കണ്ടുപിടിക്കണം. എന്താ? ഒന്നുമില്ല. ഒരു പെണ്ണിന്റെ സമ്മതമില്ലാതെ അവളെ തൊടാൻ പാടില്ലെന്ന് അറിയില്ലേ? വേറെ പെണ്ണല്ലല്ലോ, എന്റെ ഭാര്യയല്ലേ. ആണെങ്കിൽ എന്താ? കല്യാണം കഴിഞ്ഞാലും പെണ്ണിന്റെ ശരീരം അവളുടേത് തന്നെ. അതിൽ തൊടണമെങ്കിൽ പെർമിഷൻ വേണം. ഓ, ഫെമിനിസ്റ്റ് മാഡം, ഞാൻ അറിഞ്ഞില്ല, സോറി. അല്ലെങ്കിൽ തന്നെ തുടങ്ങാൻ പറ്റിയ സാധനം. എപ്പോഴാണ് ജൈവി പോകണമെന്ന് ആലോചിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല. എന്നാ താനൊരു കാര്യം ചെയ്യും, ഇന്ന് താഴെ കിടന്നാ മതി. അതെന്തിന്? എനിക്ക് തന്നെ അത്ര വിശ്വാസം പോരാ. ഇന്നലെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് താൻ ഉത്തരം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് താൻ താഴെ കിടന്നാ മതി. അതെ, എനിക്ക് ആ സമയത്ത് കോൾ വന്നുകൊണ്ട് ഞാൻ അങ്ങ് പോയാ, അല്ലാതെ ഉത്തരം പറയാതെ പോയൊന്നുമില്ല. തോടാൻ വന്നേ. ഏത് നേരത്താണോ എന്തോ ബാത്റൂമിലാണെന്ന് തോന്നുന്നു. എന്താ നോക്കുന്നേ? അല്ല, ഓക്കെ, നീ പറ, നിന്റെ ആരാ വിവേക്? ഏത് വിവേക്? കൊറേ വിവേകിനെ നിനക്കറിയാമോ? ആ, അറിയാം. എനിക്ക് ഒരുപാട് പേരെ അറിയാം. വിവേക് വി, ദുബായിലുള്ള ഇപ്പൊ. ഓ, അവനാ? ആ, അവനെ എനിക്കറിയാം. അവനെ തനിക്കറിയാവോ? ആ, അറിയാം. അടുത്ത ബന്ധമാണോ? ആ, അങ്ങനെ ചോദിച്ചാ തരക്കേടില്ലാത്ത ബന്ധമാണ്. അവന്റെ നമ്പർ ഒന്ന് തരാവോ? എന്തിന്? ഭർത്താവിനോട് കാമുകന്റെ നമ്പർ ചോദിക്കുന്നു? കാമുകനാ എന്റെ. അവന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയ പിടികിട്ടാ പുള്ളിയാ. അവൻ എന്നെ പണ്ടൊന്ന് പെണ്ണ് കാണാൻ വന്നായിരുന്നു. പെണ്ണ് കാണാനാ? അവൻ എന്നോട് പറഞ്ഞത് തന്നോടൊന്ന് പറയട്ടെ. എന്താ പറഞ്ഞ? തനിക്കെന്തോ എന്നോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ആ കാര്യം തുറന്നു പറ. അത് താൻ ലൈഫിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും സ്ത്രീയോ പെൺകുട്ടിയോ ഫിസിക്കലി അബ്യൂസ് ചെയ്തിട്ടുണ്ടോ? അതെന്താ അങ്ങനെ ചോദിക്കണേ? ഉണ്ടോ ഇല്ലയോ? എടോ, അതിപ്പോ തൻ്റെ അടുത്ത് എങ്ങനെയാ പറയുന്നത്? അവനൊരു പെൺകുട്ടിയല്ലേ? അതിനെന്താ, നമ്മൾ കല്യാണം കഴിക്കാൻ പോവല്ലേ. നമ്മൾ ആദ്യം ഫ്രണ്ട്സ് ആവണം, എന്നിട്ടല്ലേ പാർട്ട്നേഴ്സ് ആവും. അതുകൊണ്ട് താൻ പറഞ്ഞു എന്താണെങ്കിലും. അത് ശരിയാ, തനിക്കൊന്നും തോന്നൂലല്ലേ? ഇല്ല, താൻ പറഞ്ഞു. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്കെതിരെ ഒരു പെണ്ണ് കംപ്ലൈന്റ് കൊടുത്തു, അവളുടെ പെൻസിൽ അടിച്ച് മാറ്റി നിറച്ചിട്ട്. എനിക്ക് അതിൻ്റെ പേരിൽ കുറേ അടിയും കിട്ടി. പിന്നെ അവളെ എനിക്ക് ബാത്റൂമിൽ വെച്ച് കൈവാക്കിന് കിട്ടി. ഒരു തമാശ. പിന്നെ എനിക്ക് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു പെണ്ണിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവക്കാണെങ്കിൽ എന്നെ കണ്ണെടുത്ത കണ്ടുകൂടാ. ഞാൻ ഒരു ദിവസം നോക്കിയപ്പം അവളൊരു മരത്തിൻ്റെ ചുവട്ടിൽ വേറെ ഒരുത്തനായിട്ടിരുന്ന് ഫ്രഞ്ച് കിസ് അടിക്കും. ഞാൻ വിടുമോ? എനിക്കാണെങ്കിൽ കണ്ണ് സഹിക്കണില്ല. ഞാൻ തിരിത് അതിനെ വീഡിയോ എടുത്ത് വെച്ചിട്ട് അവളെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞ് ലാബിൻ്റെ അവിടെ വരാൻ. അവൾ വന്ന്. പിന്നെ അതൊരു തമാശ. ഓ, അത് ശരി. പിന്നെ ഇനിയും ഉണ്ട്. പക്ഷെ പീഡിപ്പിക്കുന്ന എല്ലാ പെമ്പിള്ളേരും ആമ്പിള്ളേരും എനിക്ക് ഓർത്തു വയ്ക്കാൻ പറ്റില്ലല്ലോ. എല്ലാവരും തമാശ ആണോ? എന്നാലേ പീഡിപ്പിക്കപ്പെടുന്ന ഓരോ പെൺകുട്ടിയും അവരെ ഉപദ്രവിച്ചവരുടെ മുഖം എന്നും ഓർക്കും, മരിക്കുന്നത് വരെ. നിന്നെ കല്യാണം കഴിക്കുന്നതിലും ഭേദം ഞാൻ പോയി ചാകുന്നതാണ്. ഇനി അധികം നേരം ഇവിടെ നിന്നാലേ നിന്റെ സ്കൂളിലെയും കോളേജിലെയും ഹിസ്റ്ററി മൊത്തം എടുത്ത് ഞാൻ പോലീസിനെ വിളിക്കും. ഇറങ്ങി പോടാ. അവൻ തന്നെ കൂട്ടുകാരനാണല്ലേ, അപ്പൊ അവൻ ചെയ്ത തെണ്ടിത്തരത്തിനൊക്കെ തന്റെ പങ്കും ഉണ്ട്. ഏയ്, ഇല്ല ഇല്ല, ഞാൻ അത്രക്കാരനൊന്നുമല്ല. അവനെ എനിക്കറിയാം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ അവനെ പരിചയപ്പെട്ടത്. ഇതൊക്കെ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ അവൻ്റെ ഒരു വികൃതിയായിട്ട് കണ്ട് അങ്ങനെ സൈഡിൽ കൂടെ അങ്ങ് വിട്ട്. കൂടുതൽ സത്യയിലൊന്നും വേണ്ട. ഞാൻ പാവമെന്ന് എനിക്ക് ആദ്യ രാത്രി തന്നെ പിടികിട്ടിയതാ. എന്നാ ഞാനങ്ങോട്ട്. ശരി,
പോയിട്ട് വാ, ഇനിയും കുറെ സംസാരിക്കാനുണ്ട്. ഈശ്വര, ഇനി എന്ത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് എനിക്ക് തരാൻ വെച്ചേക്കുന്നത്. നീ എന്തിനുള്ള പുറപ്പാടാ? എന്താ ഇത്? തനിക്കുള്ള പാല്. എന്താ പതിവില്ലാത്തൊരു സ്നേഹം. ഇതിൽ നീ എന്നെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ എന്തെങ്കിലും കലക്കിയിട്ടുണ്ടോ? താനല്ലേ പറഞ്ഞതെല്ലാം സത്യമാണെന്ന്, പിന്നെ ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? അപ്പൊ പിന്നെ ഇതൊക്കെ എന്തുവാ? കണ്ടിട്ട് മനസ്സിലായില്ലേ? അന്ന് ആദ്യ രാത്രിയിൽ ഞാൻ ടയേർഡായിരുന്നുകൊണ്ട് തന്നെ പരിഗണിക്കാൻ പറ്റിയില്ല. പിന്നെ ആ ചോദ്യത്തിന്റെ ഉത്തരം കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ശേഷം വിവേകിന്റെ കാര്യം വന്ന് അതങ്ങ് മുടങ്ങി. അപ്പോൾ ഇപ്പം അങ്ങ് പരിഹരിക്കാന്ന് വിചാരിച്ചു. നീ ഫെമിനിസ്റ്റ് അല്ലേ? നിങ്ങൾക്ക് എന്താ ആദ്യ രാത്രി? താനിരിക്കും. പണ്ടൊന്നും എനിക്ക് അറിയില്ലായിരുന്നു എന്താണ് ഇക്വാളിറ്റി എന്നത്. ഞാൻ അമ്മയെ കണ്ട് ആണുങ്ങളെ പേടിച്ചാ ജീവിച്ചത്. മാമൻ വഴക്കു പറയുമെന്ന് പേടിച്ച് അയാളുടെ എല്ലാ തോന്നിവാസത്തിനും മിണ്ടാതെ നിന്ന് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതുകൊണ്ടാ എന്നെ കെട്ടാൻ വരുന്ന എല്ലാവരോടും ഞാൻ ആ ചോദ്യം ചോദിക്കുന്നത്. അല്ലാതെ ഞാൻ ഫെമിനിസ്റ്റ് ആയതുകൊണ്ടൊന്നുമല്ല. തനിക്കറിയോ, ഞാൻ ഫെമിനിസ്റ്റ് ആയത് വീട്ടിലെ മുട്ടയിൽ നിന്നാ. ഞാൻ ഒരു മുട്ട ഇട്ടേ മുട്ടക്കറി വെച്ചിട്ടുള്ളൂ. അതിനെന്താ, ഞാൻ കഴിച്ചോളാം. അത് ഞാൻ അവന് വെച്ചതാ. ഫ്രിഡ്ജിലെ സാമ്പാർ ഇരിപ്പുണ്ട്, നീ അതെടുത്ത് ചൂടാക്കി കഴിക്കും. എന്തോന്നമ്മ, അവൻ ഇന്നലത്തെ സാമ്പാർ ഇറങ്ങത്തില്ലേ? ഡേ, അവനാണല്ലേ, നീ പെണ്ണാ. നാളൊരു വീട്ടിൽ ചെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനുള്ളതാ. ഈ വാശിയൊക്കെ മാറ്റി വെക്ക്. ഇത് വാശിയല്ലമ്മ, എനിക്കിന്ന് മുട്ടക്കറി വേണം. അവന് ഇഡ്ഡലിയുടെ കൂടെ മുട്ടക്കറിയാ ഇഷ്ടം. ആ, എനിക്കും ഇഷ്ടമാണ്. ഞാൻ കഴിച്ചാലും ഇറങ്ങും. അവൻ ജോലിക്ക് പോവല്ലേ, അവൻ നല്ലത് കഴിച്ചോണ്ട് പോട്ടെ. എന്താ ഇവിടെ പോകണം? ആ മോനെ, ഇതാ മുട്ടക്കറി കഴിക്കും. ആഹാ, പഴം പൊഴിക്കുന്നില്ല അമ്മേ? പഴം നിന്റെ വായി തിരിക്കാനാണോ? പൊടി. അമ്മ എനിക്കും വേണം മുട്ട. അമ്മ അത് പകുതിയെങ്കിലും ആക്കിത്താ. എടി, നീ AC ഇരിക്കാൻ പോയില്ലേ? ഞാൻ അങ്ങനെയല്ല, മണ്ണും പൊടിയൊക്കെ അടിച്ച് നല്ല വെയിറ്റ് എടുക്കുന്ന ജോലിക്കാ പോകുന്ന. നല്ല പ്രോട്ടീൻ വേണം. ഓ പിന്നെ, എന്റെ ശരീരത്തിന് പോഷകമൊന്നും വേണ്ടല്ലോ, അമ്മയ്ക്കും വേണ്ട. അവള് രാവിലെ തന്നെ തുല്യതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ ഇന്നലത്തെ കറി നക്കിടടിച്ച് പോവാൻ നോക്കടി. അമ്മ ചായ ഇട്. ആ മോനെ, എടുത്തോണ്ട് വരാം. എടാ, നിനക്കൊരു ടേബിൾ മാനേഴ്സ് കീപ്പ് ചെയ്തൂടെ? ഇത്തിരി ശബ്ദമോ കഴിക്കുന്നതിന്? അവിടൊക്കെ തുപ്പി വെക്കുക, അതൊക്കെ അമ്മ എടുക്കണ്ടേ? നിനക്കെന്താ, അതൊക്കെ അമ്മ എടുത്തോളും. പിന്നെ ഭാര്യയാകുമ്പോ അവിടെ ഒന്ന് നോക്കോ. നിന്നെ ഇങ്ങനെ വളർത്തിയവരെ പറഞ്ഞാ മതി. ആ ശരി ഫെമിനിസ്റ്റ്. അന്നാണ് ആ വിളി ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്, ഫെമിനിച്ചി. പിന്നെ അതൊരു ശീലമായി. അല്ലാതെ എനിക്കാരും ഭരിക്കണമെന്നോ തലേ കയറി ഇരിക്കണമെന്നൊന്നും ഇല്ല. മനുഷ്യനായിട്ട് കണ്ടാൽ മതി. എടോ, എനിക്കറിയാം ഞാനൊരു പെർഫെക്റ്റ് ഹസ്ബൻഡ് അല്ലാന്ന്. പക്ഷെ ഒരു ബെറ്റർ ഹസ്ബൻഡ് ആവാൻ ഞാൻ എന്തായാലും ട്രൈ ചെയ്യാം. അത് മതി എനിക്കും. നമുക്ക് ഒരുമിച്ച് വളരാം. എന്നാ പിന്നെ തുടങ്ങിയാലോ? എന്ത്? ലൈഫ്. യെസ്.